കർണാടകയിൽ ഐറണി തൂങ്ങിച്ചെത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഒരു പ്രസ്താവന BJPയുടെ ആയിട്ട് വായിച്ചിരുന്നു. ഈ സർക്കാരിന് പാവങ്ങളോട് അനുഭവമില്ലെന്ന് ചോദിച്ചുകൊണ്ട് BJP രംഗത്തെത്തിയിരിക്കുന്നു കോൺഗ്രസിനെതിരെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് നല്ലൊരു പ്രസ്താവനയാണ്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2004 മുതൽ 2013-14 വരെയുള്ളൊരു കാലഘട്ടമാണ്. അതിൽ പലതരത്തിലുള്ള എന്താണ് പറയുക, പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ നടന്ന പീപ്പിൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ ദാവ് സാഹിബ് പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, പദ്ധതികൾ, പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ചത് മനരേഖയാവട്ടെ, ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസ നിയമമാവട്ടെ, തൊഴിലുറപ്പ് പദ്ധതി ആവട്ടെ, അങ്ങനെയുള്ള നിയമങ്ങൾ നിയമിച്ചൊരു കാലമുണ്ട്. അപ്പോൾ അങ്ങനെ നിയമനിർമ്മാണങ്ങളിലേക്കും നടപടികളിലേക്കും പദ്ധതി പ്രഖ്യാപനങ്ങളിലേക്കും UPAയുടെ 1-2 സർക്കാരുകൾ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതുവരെ രാജ്യത്ത് നിലനിന്നിരുന്ന പലതരം സാമൂഹിക പ്രശ്നങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളായി മാറിയതാണ്. ഏറ്റവും ഉദാഹരണം നന്ദിഗ്രാം എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ തന്നെ അന്തകനായി മാറിയത് വെസ്റ്റ് ബംഗാളിൽ എന്ന് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കാരണം എന്താണ്? അതായത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരോട് ഒരു ഭരണകൂടം സ്വീകരിക്കുന്ന നടപടി, ആ നടപടിയാണ് ഇത്രയും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയത്. ആ ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ കാലഘട്ടമായിരുന്നു. അത് തിരിച്ചറിഞ്ഞിട്ട് അതിന് വളരെ പെട്ടെന്ന് അപകടം മണത്തറിഞ്ഞുകൊണ്ടാണ് UPA 1-2 സർക്കാരുകൾ ഇത്തരത്തിലുള്ള നടപടി വന്നത്. ഒന്ന് തൊഴിലുറപ്പ്, മറ്റത് ഈ ഭൂമി ഏറ്റെടുക്കലിനും പ്രതിവാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു നടപടിയായിരുന്നില്ല. അത് അങ്ങനെയുള്ള നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിയമനിർമ്മാണങ്ങൾ, പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള സാമൂഹിക അവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് UPA സർക്കാരുകൾ ഈ നടപടികൾ പൂർത്തിയാക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 10 വർഷം പിന്നെയും കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞ് ഒരു BJP സർക്കാരിൻ്റെ കീഴിൽ ആ നയങ്ങൾക്കും ആ നിയമങ്ങൾക്കും ആ നടപടികൾക്കും വിരുദ്ധമായ നടപടികൾ ഉത്തരേന്ത്യയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സമുദായത്തെ കുറ്റവാളികളിൽ നിന്ന് അവരെ കുറ്റവാളികളായി പ്രഖ്യാപിച്ച് അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുക. നമ്മൾ നേരത്തെ ഇസ്രായേൽ ഫലസ്തീനിൽ ചെയ്യുന്ന എന്തായെന്ന് പറയാം, ഹോമിസൈഡ്, ഹോമാണ് പൊളിക്കുന്നതെങ്കിലും ഡെമസൈഡ് എന്ന് പറയുന്നത് പോലെ വീടുകൾ തകർത്തുകൊണ്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ரொம்ப ദൂരം പിന്നിട്ടിരിക്കുന്നു. അതായത് UPA കാലത്ത് നിന്ന് രാജ്യം ഒരുപാട് മുമ്പോട്ട് പോയി. എന്നിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സർക്കാർ അവരുടെ ഈ വിദൂര ഭൂതകാലമൊക്കെ മറന്നുകൊണ്ട് BJP സർക്കാരിനെ പോലെ ആക്ട് ചെയ്യുകയാണ്. അതെങ്ങനെയാണ് സാധിക്കാമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഏത് സർക്കാർ, കർണാടക സർക്കാരിനെ പറ്റി പറയുകയാണെങ്കിൽ അവരൊരു മോശം സർക്കാരെന്ന് പറയാൻ കഴിയില്ല. അതായത് കർണാടക നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവർക്കിടയിലുള്ള ഗ്രൂപ്പിസം, തമ്മിൽ DK ശിവകുമാർ, സിദ്ധരാമയ്യ തമ്മിലുള്ള അധികാരത്തർക്ക് അതൊക്കെ നിൽക്കുമ്പോൾ പോലും ഇനി അഴിമതി തന്നെ, അഴിമതിക്കെതിരെ പ്രചാരണം നടത്തി വന്നൊരു സർക്കാരാണത്. ഇവർക്കെതിരെ അഴിമതി ആരോപണമുണ്ട്. എങ്കിൽ പോലും കർണാടക നേരിടുന്ന പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുകയും നടപടി എടുക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ തന്നെയാണ്. പക്ഷേ ഇത് സിദ്ധാരാമയ്യ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. സിദ്ധാരാമയ്യ എങ്ങനെ മുഖ്യമന്ത്രിയായത്? സിദ്ധാരാമയ്യയുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേറിയത്, അഹിന്ദ. അപ്പോൾ അത് ഏത് മനുഷ്യരെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്? കർണാടകയിൽ ഏത് മനുഷ്യർ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്തുണ കിട്ടിയത്? അത് DK ശിവകുമാറിൻ്റെ പങ്കും തള്ളിക്കളയാവുന്നതല്ല. DK ശിവകുമാർ വേറെ രീതിയിൽ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുകയും ഇദ്ദേഹം ഒരു മാസ് മൂവ്മെന്റ് ആക്കി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത്, അദ്ദേഹം ആരെയാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്, അതേ മനുഷ്യർക്കെതിരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ചെയ്യുന്ന അതേ പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് അൺബിലീവബിൾ എന്ന് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം, രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, അദ്ദേഹം ജർമ്മനിയിലോ മറ്റാണെന്നാണ് തോന്നുന്നത്, അത് ഇന്ത്യയിലുണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെടേണ്ട ഒരു കാര്യമാണ്, അടിയന്തരമായി തിരുത്തേണ്ട കാര്യമാണ്. ആ 3000 മനുഷ്യർ ഇപ്പോൾ തണുപ്പ് തെരുവിൽ നിൽക്കുകയാണ്. അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതെങ്കിലും കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? വേറെ ഒരിടത്ത് ഇവർക്ക് ഇനി രാഷ്ട്രീയം പറയാൻ കഴിയില്ല. കേരളത്തിൽ പോലും പറയാൻ കഴിയില്ല. കേരളത്തിൽ പോലും അവർ പ്രതിപക്ഷത്തു നിന്നൊരു സർക്കാരിനെ വിമർശിക്കാൻ കഴിയില്ല. ഉത്തരേന്ത്യയിലെ ഒരു തരത്തിലുള്ള ഡെമോളിഷൻ ഡ്രൈവിനെ ഇവർക്ക് എതിർക്കാൻ കഴിയില്ല. അവരെല്ലാം കർണാടകയിലേക്ക് വരച്ചുകൊണ്ടും, പ്രത്യേകിച്ചും ഞാൻ മുമ്പ് പറഞ്ഞ BJP സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ സാഹചര്യത്തിൽ